അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റബീഉൽ അവ്വൽ 12, അതായത് നമ്മുടെ മുത്ത് റസൂലിൻ്റെ ജന്മദിനം നമ്മളിലേക്ക് അടുക്കുവാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളാണുള്ളത്. ഈ ദിവസമാകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ചെയ്താൽ പെട്ടെന്ന് ആവശ്യം നിറവേറി കിട്ടുന്ന ഒരു ഇസ്ലാമിക അറിവിനെക്കുറിച്ച്. ഈ ഒരു അറിവിനെ നിങ്ങളാരും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളുടെ ഹലാലായ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട്, അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഇത് ഉപയോഗിക്കുക. കാരണം ഹറാമായ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ കലാമായിട്ടുള്ള ഖുർആൻ വെച്ചുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള തിരിച്ചടി, പരീക്ഷണം അള്ളാഹുവിങ്കിൽ നിന്നും ഉടനടി നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എത്ര വലിയ ഹലാലായ ആഗ്രഹങ്ങളും നമുക്ക് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. കാരണം ഇത് അത്രക്കും പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു അറിവിനെ നമ്മൾ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത്, ദുരുപയോഗം ചെയ്യരുത്, ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നത്. അള്ളാഹിൻ്റെ കലാമായിട്ടുള്ള ഖുർആനിലെ ഖൽബുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത് യാസീനാണ് നിങ്ങൾ ഓതേണ്ടത്. ഓതേണ്ട രൂപം എന്ന് പറയുന്നത് സുബ്ഹി നിസ്കരിച്ചതിന് ശേഷമാണ്. സുബ്ഹി നിസ്കരിച്ച ഉടനെ തന്നെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലായിരിക്കണം. അതായത് മറ്റുള്ളവരാരും നിങ്ങളോട് സംസാരിക്കുവാനോ മറ്റുള്ള കാര്യങ്ങളിൽ കൊണ്ട് ശല്യം ചെയ്യാനോ ഇല്ലാത്തൊരു സ്ഥലം നോക്കി നിങ്ങൾ പോയിരുന്നു കൊണ്ട് നിങ്ങൾ ഓതാൻ തുടങ്ങുക. സൂറത്ത് യാസീൻ ഓതേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ്. ആ രീതി ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. സ്ക്രീനിൽ ചില ആയത്തുകൾ ഞാൻ എഴുതി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് അതുപോലെ ചെയ്യുക. സൂറത്ത് യാസീനിലെ ആദ്യത്തെ ആയത്ത് നിങ്ങൾ ഓതുമ്പോൾ ബിസ്മിയോട് കൂടി തുടങ്ങി ആദ്യത്തെ ആയത്തായിട്ടുള്ള യാസീൻ എന്നത് നിങ്ങൾ 7 വട്ടം ആവർത്തിച്ച് ചൊല്ലുക. ഒരു വട്ടം ബിസ്മി ഓതിയാൽ മതിയാകുന്നതാണ്. ഒരു വട്ടം ബിസ്മി നിങ്ങൾ ഓതി യാസീൻ എന്ന ആയത്ത് മാത്രം നിങ്ങൾ 7 വട്ടം ആവർത്തിച്ച് ഓതുക. 7 വട്ടം യാസീൻ യാസീൻ എന്നത് ഖുർആനിൻ്റെ തജ്വീദോട് കൂടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓതുക. ഓരോ വട്ടവും ബിസ്മി നിങ്ങൾ ആവർത്തിച്ച് ഓതേണ്ടതില്ല. ഒരു വട്ടം ബിസ്മി ഓതിക്കൊണ്ട് നിങ്ങൾ യാസീൻ എന്ന ആയത്ത് മാത്രം 7 വട്ടം നിങ്ങൾ ഓതുക. തുടർന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ ഒരു വട്ടം നിങ്ങൾ ഓതിപ്പോവുക. അങ്ങനെ ഈ ഒരു ആയത്ത് എത്തുമ്പോൾ ഈ ആയത്ത് എത്തുമ്പോൾ ഇതിന് 14 പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് ഓതുക. ഈ ഒരു ആയത്ത് എത്തുന്ന സമയത്ത് നിങ്ങൾ 14 വട്ടം ഈ ഒരു ആയത്തിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓതുക. തുടർന്ന് വീണ്ടും നിങ്ങൾ യാസീൻ ബാക്കി ഭാഗം ഓതുക. അങ്ങനെ 58-ാമത്തെ ആയത്ത് എത്തുമ്പോൾ, അതായത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് എത്തുമ്പോൾ അതിന് 7 പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് ഓതുക. 7 പ്രാവശ്യം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ഈ ഒരു ആയത്തിനെ ഓതിക്കൊണ്ട് ബാക്കി നിങ്ങൾ വീണ്ടും യാസീനിൻ്റെ ബാക്കി ഭാഗം ഓതി പോവുക. അങ്ങനെ വീണ്ടും നിങ്ങൾ ഈ ഒരു ആയത്ത്, അതായത് സ്ക്രീനിൽ കാണുന്നു അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും അലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ഈ ഒരു ആയത്ത് എത്തുന്ന സമയത്ത് അതിന് വീണ്ടും 12 വട്ടം ആവർത്തിച്ച് നിങ്ങൾ ചൊല്ലുക. അങ്ങനെ നിങ്ങൾ യാസീന് ബാക്കി വരുന്ന ഭാഗങ്ങൾ കൂടെ ഓതി പൂർത്തിയാക്കുക. ഇങ്ങനെ നിങ്ങൾ 4 വട്ടം ചെയ്യുക. ഇത് ഒരു രൂപമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതേ രൂപത്തിൽ വീണ്ടും 3 പ്രാവശ്യം കൂടെ നിങ്ങൾ യാസീൻ ഓതി തീർക്കുക. സുബ്ഹി നിസ്കരിച്ച ഉടനെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഇങ്ങനെ 4 വട്ടം യാസീൻ സൂറത്ത് നിങ്ങൾ ഓതി കൈകൾ ഉയർത്തി റബ്ബിനോട് ഒന്ന് ദുആ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് സഫലീകരിച്ചു തരും. നല്ല
നല്ല ഹലാലായ ആവശ്യം മാത്രം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഒരു അമല് ചെയ്യുക. കാരണം ഈ ഒരു അമല് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഉടനടി തന്നെ ഉത്തരം കിട്ടും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കരുത്. കാരണം ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ്. അള്ളാഹുവിങ്കൽ നിന്നും തന്നെ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഹറാമായ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തു പോകരുത്. ഹലാലായ ആവശ്യം, ഒരുപാട് ഹലാലായ ആഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും നിറവേറി കിട്ടാനുണ്ട്. ആ കാര്യങ്ങൾ പെട്ടെന്ന് ഉടനടി തന്നെ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു അറിവ് ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, അതായത് ഈ പറഞ്ഞു തന്ന ഇസ്ലാമിക അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് നല്ല ഉദ്ദേശത്തോടു കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. കൂടെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാഹ് പുതിയൊരു അറിവുമായി അടുത്ത ക്ലാസ്സിൽ വരാം. അസ്സലാമു അലൈക്കും.